എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗ്സിൻ്റെ നല്ല അടിപൊളി എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ KFC പോലെ തന്നെ KFCയുടെ അതേ രീതിയിൽ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു അടിപൊളി ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണണം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. ഓക്കെ, അപ്പം അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ ആഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് നമ്മളിപ്പോൾ ചിക്കൻ ഒത്തിരി എടുത്തിട്ടില്ല, ഒരു 8-9 പീസേ എടുത്തിട്ടുള്ളൂ. അത് അത്യാവശ്യം മുഴുത്ത രീതിയിലുള്ള പീസാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. ഇതെല്ലാം കഴുകി നല്ല റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് വേണം. വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുക്കണം. അതുപോലെ ഉള്ളിയുടെ പേസ്റ്റ് നല്ല രീതിയിൽ അരച്ചെടുക്കുന്ന പേസ്റ്റ്. പിന്നെ 2 മുട്ട നമുക്ക് വേണം കേട്ടോ. പിന്നെ വിനിഗറാണിത്. ഒന്നെങ്കിൽ വിനിഗർ അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങ എടുത്താലും മതി. പിന്നെ കുറച്ച് തൈര് എടുക്കുക, ആവശ്യത്തിന് മാത്രം. പിന്നെ മൈദ വേണം. മൈദ ഏകദേശം ഒരു 1/2 കപ്പ്. അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടതാണ് കോൺഫ്ലവർ ഒരു 1/4 കപ്പ് മതി. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി കൂട്ടാം. ഇതിലേക്ക് മൈദ ആഡ് ചെയ്യണം, കോൺഫ്ലവർ, മുളക് പൊടി, ഒത്തിരി ഇടല്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് മാത്രം. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കണം ഇത് ചേർത്ത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് തരണം. ചിക്കൻ നന്നായിട്ട് വരിയണം കേട്ടോ. വരിഞ്ഞാലേ നമുക്ക് അതിൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ റെസിപ്പി പിടിക്കുകയുള്ളൂ. ഇതുണ്ടോ, എന്നിട്ട് നമ്മൾ ഇട്ട് നോക്കാം. നന്നായിട്ട് ഇളക്കുക. ഇതാണ്, നന്നായിട്ട് പിടിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ളവിടെ നമ്മൾ അതിടുക. 8-9 പീസേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇളകണേ, നന്നായിട്ട്. പിന്നെ ഇതിലേക്ക് 2 മുട്ട, മുട്ട ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചേർക്കണം അതിൻ്റെ കൂടെ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് തൈര്, കുറച്ച് ഒഴിക്കാവുള്ളൂ കേട്ടോ. കുറച്ച് തൈര്, വിനീഗർ കുറച്ച് ഒഴിച്ച്, നാരങ്ങ നീര് പകുതി ഒഴിക്കുന്നത്. പിന്നെ ഇഞ്ചി പേസ്റ്റ് അല്ല, വെളുത്തുള്ളിയുടെ പേസ്റ്റ്. പിന്നെ കുറച്ച് ഉള്ളിയുടെ പേസ്റ്റ്. ഇതോടെ നന്നായിട്ട് മിക്സ് ചെയ്യണം.
ഇതിന് ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി നല്ല ഒന്ന് പിടിക്കാനായിട്ട് വെക്കണം. 1 മണിക്കൂറോളം വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. അപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. ചട്ടി വെക്കാം. അതിനകത്ത് വെള്ളം മുഴുവൻ വലിഞ്ഞു പോകണം. ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ഒരു 2 മിനിറ്റ് ചൂടാകണം. നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്, വെളിച്ചെണ്ണയല്ല. ഇനി ഇതാണ് നമ്മൾ മെയിനായിട്ടുള്ള സാധനം ചേർക്കാൻ പോകുക. ഓട്സ് ചേട്ടൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് നല്ല രീതിയിലാകണം. എന്നാലും അതിന് ആ കളറ് നമുക്കിത് കിട്ടത്തുള്ളൂ. നല്ല രീതിയിൽ വെക്കണം. 3-4 പീസ് ആദ്യമേ നമുക്ക് തിളച്ച എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇതിൻ്റെ അകത്ത് പേസ്റ്റ് പോലെ മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. ശേഷം നല്ല രീതിയിൽ അപ്ലൈ ആയി. നമുക്കിനി ഇത് എണ്ണയ്ക്കകത്തോട് ഇട്ട് നോക്കാം. എണ്ണ ചൂടായെന്ന് നോക്കാം. എണ്ണ ചൂടായി, നമുക്കിത് ഇട്ട് കൊടുക്കാം എണ്ണയ്ക്കകത്തോട്ട്. പറയുക, അപ്പോൾ ഇത് പറഞ്ഞു പോകാതെ പതുക്കെ നമ്മളിതിലേക്ക് എണ്ണ കൂടി മണ്ടയ്ക്കൊഴിച്ച് എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഒന്നും കുഴപ്പം വരത്തില്ല. പതുക്കെ ഇട്ടില്ലെങ്കിൽ ഇത് ഓട്സ് പൊടിഞ്ഞു പോവേ. നമുക്കങ്ങ് ഏറെക്ക് നല്ല രീതിയിൽ തിരിച്ചിട്ട് എടുക്കാം. എന്നാൽ നമ്മൾ ഇതിൻ്റെ ഏറെക്കെ നല്ല ബ്രൗൺ കളറായി. നമ്മളിത് പൂരുവാണ്. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് സാധനം. ഒരു വെള്ള പേപ്പർ ഇട്ട് അതിലേക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം.